അമേരിക്കയുടെ വമ്പൻ നീക്കത്തിൽ നന്ദി പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടാനുള്ള ട്രംപിന്റെ നീക്കത്തെ അകമഴിഞ്ഞ പ്രശംസ കൊണ്ട് മൂടുകയാണ്. നെതന്യാഹുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടത്തെ, ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളെ നിഷേധിക്കാൻ പ്രസിഡന്റ് ട്രംപ് പ്രവർത്തിച്ചുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്നും ട്രംപിന്റെ നേതൃത്വം ചരിത്രഗതിയെ മാറ്റിമറിക്കുന്നുവെന്നും മിഡിൽ ഈസ്റ്റിനും പുറത്താക്കുമെന്നും അത് സമാധാനത്തിനും സമൃദ്ധിയും നിറയ്ക്കുന്നതിലേക്ക് ഇത് സഹായമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപിന്റെ നേതൃത്വം ചരിത്രത്തിന്റെ ഒരു നാഴികക്കല്ല് സൃഷ്ടിച്ചു. അത് മിഡിൽ ഈസ്റ്റിനെയും അതിനപ്പുറവും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഭാവിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇറാനിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള US ആക്രമണം മറ്റൊരു രാജ്യത്തിനും സാധ്യമാകാത്ത നേട്ടമാണ് എന്നും നെതന്യാഹു പറഞ്ഞു. അതുപോലെ തന്നെ ഓപ്പറേഷൻ സൈറിംഗ് ലയൺ വഴി ഇസ്രായേൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ നടപടിയിൽ അമേരിക്ക അതുല്യമായ നേട്ടമാണ് കൈവരിച്ചത്. ഭൂമിയിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തതാണ് US ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തന്ത്രപ്രധാനമായ ഇറാനിലെ 3 സ്ഥലങ്ങളിലാണ് US ആക്രമണം നടത്തിയതും. ആണവ കേന്ദ്രങ്ങളിൽ ബോംബർ വിമാനങ്ങൾ ബോംബിട്ടെന്നും എല്ലാ വിമാനങ്ങളും ഇറാന്റെ വ്യോമ മേഖലയിൽ നിന്ന് ആക്രമണം നടത്തി മടങ്ങിയെന്നും തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന ദൗത്യത്തിൽ ഇസ്രായേൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഇന്ന് രാത്രി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ നടപടിയിൽ അമേരിക്ക യഥാർത്ഥത്തിൽ മറികടക്കാനാവാത്തതാണ് എന്നും ഭൂമിയിലെ മറ്റൊരു രാജ്യത്തിനും ചെയ്യാൻ കഴിയാത്തതാണ് അവർ ചെയ്തതെന്നും പറയുന്നു. മറുവശത്ത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുകയും ആണവ ഭീഷണി തടയുകയും ചെയ്യുക എന്നതാണ് തന്റെ ഭരണകൂടത്തിന്റെ ലക്ഷ്യമെന്നും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നതിൽ നെതന്യാഹുവിനൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഏതൊരു പ്രതികാര നടപടിക്കെതിരെയും ഇറാന് മുന്നറിയിപ്പ് നൽകിയ ട്രംപ് ഇതിലും വലിയ ആക്രമണം നടത്തില്ല അല്ലെങ്കിൽ നടത്തുമെന്നുള്ള ഭീഷണിയാണ് നൽകിയിരിക്കുന്നത്. ഒന്നുകിൽ ഇതാ ഇറാന് സമാധാനമോ ദുരന്തമോ ഉണ്ടാകും. കൂടാതെ തന്നെ ഇനി ലക്ഷ്യസ്ഥാനങ്ങൾ ബാക്കിയാണ്. ഏറെ വെല്ലുവിളികൾ നേരിടേണ്ട ദൗത്യമാണ് നടത്തിയത്. സമാധാനം ഉണ്ടാകുന്നില്ല എങ്കിൽ മറ്റു കേന്ദ്രങ്ങളും ലക്ഷ്യമിടുമെന്നും ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. ഇറാനെ ഭീകര രാഷ്ട്രമായി മുദ്രകുത്തിയ ട്രംപ് ആകട്ടെ തീവ്രവാദം വളർത്തുന്ന 1-ാം നമ്പർ രാജ്യമാണ് എന്ന് കുറ്റപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മധ്യപൂർവ്വ ദേശത്തിന്റെ ഭീഷണിയായ ഇറാൻ സമാധാനത്തിന് തയ്യാറാകണം. അവർ അത് ചെയ്തില്ല എങ്കിൽ ഭാവിയിലെ ആക്രമണങ്ങൾ ഇതിനേക്കാൾ വളരെ വലുതായിരിക്കുമെന്നും 40 വർഷമായി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അന്ത്യമാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഞങ്ങളുടെ ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. ആയുധങ്ങളും ബോംബുകളും പ്രയോഗിക്കുന്നു. അവരുടെ ജനറലായിരുന്ന ഖാസിം സുലൈമാനി നിരവധി പേരെ കൊന്നൊടുക്കി. വളരെ മുമ്പേ ഞാൻ തീരുമാനിച്ചതാണ്, ഞാൻ കാരണം ഇത് സംഭവിക്കരുത് എന്ന്. ഇത് തുടരില്ല എന്നും അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.